ഈ കഥ തുടങ്ങുമ്പോൾ ന്യൂയോർക്കാണ് കാണിക്കുന്നത്. അതായത് 2012 നടന്ന ആ ഏലിയൻ അറ്റാക്കിന് ശേഷമുള്ള ന്യൂയോർക്ക്. ആ ഏലിയൻ അറ്റാക്കിനെ തുടർന്ന് ഇപ്പൊ സ്റ്റാർക്ക് ടവർ ഒക്കെ നശിച്ചിട്ടുണ്ട്. മാത്രമല്ല ഏലിയൻസിന്റെ ഒരുപാട് അവശിഷ്ടങ്ങളും അവിടെ സിറ്റിയിൽ ചെതറി കിടക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ടീം അങ്ങോട്ട് വന്നിട്ട് അവിടുത്തെ ആക്രി സാധനങ്ങളൊക്കെ പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ടീമിനെ നയിക്കുന്ന ആളുടെ പേര് അഡ്രിയാൻ ടൂംസ് എന്നാണ്. ആ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് കളക്ട് ചെയ്യുന്നതിനിടയിൽ ആ ചിറ്റോരി ഏലിയൻസിന്റെ നീല കളറുള്ള ചില കല്ലുകൾ അവർക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ ടൂംസ് അതൊക്കെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വേറൊരു ടീം അങ്ങോട്ട് വരുന്നത്. ഇവരാണ് DODC, അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡാമേജ് കൺട്രോൾ. ടോണി സ്റ്റാർക്കും US ഗവൺമെന്റ് ഒരുമിച്ച് നടത്തുന്ന ഒരു ഓർഗനൈസേഷനാണിത്. അവരങ്ങോട്ട് എത്തിയതിനു ശേഷം അവരുടെ ലീഡറായ ഒരു ലേഡി ഇപ്പൊ ടോംസിന്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം, ഇനിയിപ്പോ ആക്രി സാധനങ്ങളൊന്നും നിങ്ങൾ പെറുക്കണ്ട. എനിക്കറിയാം നിങ്ങൾക്കാണ് ഇതിന്റെ ആദ്യത്തെ കോൺട്രാക്ട് കിട്ടിയതെന്ന്. എന്നാൽ ആ കോൺട്രാക്ട് ഇപ്പൊ മാറിയിട്ടുണ്ട്. ഇതിനി ഞങ്ങൾ DODC ആണ് നോക്കുന്നത്. നിങ്ങൾ ഇവിടെ നിന്ന് മാറി തരേണ്ടതാണ് എന്നൊക്കെയാണ് ആ ലേഡി പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇതിനു വേണ്ടി എത്ര കാശാണ് ഞാൻ മുടക്കിയെന്ന് അറിയോ? ഒരുപാട് കാശ് മുടക്കി ഒരു ടീമിനെ തന്നെ ഞാൻ ഇങ്ങോട്ട് ഇറക്കി. ഇപ്പൊ ഇതൊന്നും ഞങ്ങൾക്ക് കിട്ടത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ശമ്പളം ആരാണ് കൊടുക്കുന്നത്? എത്ര പൈസ ഞാൻ കടം വാങ്ങേണ്ടി വരും നിങ്ങൾക്ക് അറിയോ? അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതെല്ലാം ഞങ്ങൾക്ക് തന്നെ തരണം എന്നൊക്കെയാണ് ടൂംസ് അവളുടെ അടുത്ത് പറയുന്നത്. എന്നാൽ അവൻ എന്തൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ആ ലേഡി പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ മേലുദ്യോഗസ്ഥരെ അറിയിച്ചാൽ മതി എന്നാണ്. അങ്ങനെ വളരെ നിരാശയോടെയാണ് ടൂംസും കൂട്ടരും അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ ടോംസും അയാളുടെ ടീമും അവരുടെ ഹൈഡൌട്ടിലെത്തി. ഇപ്പൊ അവിടുത്തെ ആക്രി സാധനങ്ങളൊക്കെ DODC ഏറ്റെടുത്തിട്ടുണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ന്യൂസിൽ പറയുന്നുണ്ട്. ടോംസ് ഇപ്പോൾ ആ ന്യൂസ് ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അവരുടെ ഒരു വെപ്പൺ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. ഇവന്റെ പേര് മെയ്സൺ എന്നാണ്. അയാൾ ആ നീല കളറിൽ ഒരു കല്ല് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് ശക്തമായിട്ടുള്ള ഒരു എനർജി വരുന്നുണ്ട് എന്ന കാര്യമൊക്കെ മനസ്സിലായി. അയാൾ അത് ടോംസിന്റെ അടുത്ത് പറയുകയും ചെയ്തു. എന്നാൽ ഈ സമയത്താണ് വേറൊരുത്തൻ മറ്റൊരു കാര്യം അവർക്ക് കാണിച്ചു കൊടുക്കുന്നത്. ആ സൈറ്റിൽ നിന്ന് ആദ്യമേ അവർ കുറെ ആക്രി സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ കുറേയേറെ നീല കല്ലുകളും ഉണ്ടായിരുന്നു. അത് കണ്ട് ടോംസ് ആണെങ്കിൽ ശരിക്കും സന്തോഷത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് 8 വർഷമായി. ടോംസും ടീമും കൂടെ ആ കല്ല് വെച്ചിട്ട് പലതരത്തിലുള്ള ആയുധങ്ങളൊക്കെ ഉണ്ടാക്കി. അത് വെച്ചിട്ടുണ്ടാക്കിയ ഗണ്ണാണെങ്കിൽ നല്ല പവർഫുൾ ആണ്. അതെങ്ങനെ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഏരിയയിലുള്ള മുഴുവൻ സാധനങ്ങളും കത്തിപ്പോവും. ഈ വെപ്പൺസ് ഒന്നും കൂടാതെ ടോംസ് ആണെങ്കിൽ അയാൾക്ക് വേണ്ടിയിട്ട് ഒരു ആയുധം ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു വിങ് സൂട്ടാണ്. ഈ വിങ് സൂട്ട് ധരിച്ചു കഴിഞ്ഞാൽ ഇയാളെ വൾച്ചർ എന്നാണ് പറയുന്നത്. ഇപ്പൊ ഇവരെല്ലാവരും കൂടെ ഈ ആയുധങ്ങളുടെ ബിസിനസ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി കാണിക്കുന്നത് നമ്മുടെ പീറ്റർ പാർക്കറിനെയാണ്. ഹാപ്പി ഉണ്ടല്ലോ, ടോണിയുടെ ബോഡി ഗാർഡ്. അയാൾ ഇപ്പൊ പീറ്ററിനെയും കൂട്ടി ആ സിവിൽ വാറിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. പീറ്റർ ആണെങ്കിൽ നല്ല എക്സൈറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ അവർ ഈ പോകുന്നൊക്കെ അവനൊരു വ്ളോഗായിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ ആദ്യം പോകുന്നത് ഒരു ഹോട്ടൽ റൂമിലേക്കാണ്. ഹോട്ടൽ റൂമിൽ ചെന്നതിന് ശേഷം ഹാപ്പി അവന് ടോണി കൊടുത്തൊരു സ്യൂട്ട് കൊടുക്കുന്നു. അങ്ങനെ സ്യൂട്ടൊക്കെ ധരിച്ചതിന് ശേഷം അവർ ആ സിവിൽ വാർ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തി. ഇപ്പൊ അവിടെ ടോണിയുടെ ടീം നിൽക്കുന്നുണ്ട്, ക്യാപ്റ്റൻ അമേരിക്കയുടെ ടീം നിൽക്കുന്നുണ്ട്. അവർ തമ്മിൽ ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് പീറ്ററിന്റെ സ്പൈഡർമാൻ ആയിട്ടുള്ള എൻട്രി. ഇതെല്ലാം അവൻ വ്ളോഗായിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഗംഭീര ഫൈറ്റ് നടക്കുന്നതുകൊണ്ട് തന്നെ കൂടുതൽ ഭാഗങ്ങളൊന്നും അവന് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഫൈറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ടോണിയുടെ കൂടെയാണ് തിരിച്ച് അവൻ വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ ടോണി അവനെ അവന്റെ വീടിന് മുന്നിൽ ഡ്രോപ്പ് ചെയ്തു. പോകാൻ നേരത്ത് ടോണി ആ സ്യൂട്ടും അവന് സമ്മാനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടെയാണ് അവൻ ആ സ്യൂട്ട് അടങ്ങിയ പെട്ടിയുമായിട്ട് അവന്റെ വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. പീറ്റർ ഇപ്പോൾ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ഒരു ബസ്സിൽ നിൽക്കുകയാണ്. അതിനിടയിൽ അവൻ ഹാപ്പിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. 2:45 ഞാൻ സ്കൂളിൽ നിന്ന് ചാടും. ഞാൻ എന്റെ അടുത്ത മിഷന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ എന്നെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ ഹാപ്പിക്ക് മെസ്സേജ് അയക്കുന്നത്. അവൻ ഹാപ്പിക്ക് ഒരുപാട് മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നിനും ഇതുവരെയായിട്ട് അയാൾ റിപ്ലൈ കൊടുത്തിട്ടില്ല. അങ്ങനെ കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം പീറ്റർ സ്കൂളിലെത്തി. സ്കൂളിൽ ഒരു ഫംഗ്ഷൻ നടക്കാൻ പോവാണ്. ഹോം കമ്മിങ് എന്നാണ് അതിനെ പറയുന്നത്. അതിന്റെ ഒരുക്കങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ പീറ്റർ നേരെ ചെന്നിട്ട് അവന്റെ ലോക്കറിൽ നിന്ന് അവന്റെ സാധനങ്ങളൊക്കെ എടുത്തു. ഈ സമയത്താണ് അവന്റെ ബെസ്റ്റ് ഫ്രണ്ടായ നെഡ് അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ, ഇന്ന് രാത്രി നമുക്കൊരു ഗെയിം കളിച്ചാലോ എന്നാണ് അവൻ ചോദിക്കുന്നത്. അതേക്കുമ്പോ, ഞാനില്ല, നിനക്കറിയാലോ എനിക്ക് സ്റ്റാർക്ക് ഇന്റേൺഷിപ്പ് ഉള്ളതാണ്, എനിക്ക് അതിന് പോണം എന്നാണ് പീറ്റർ പറയുന്നത്. അതേക്കുമ്പോ, നീ കുറെ ആയല്ലോ ഈ സ്റ്റാർക്ക് ഇന്റേൺഷിപ്പിന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്, ഇതുകൊണ്ടൊക്കെ വല്ല കാര്യം ഉണ്ടാവോ എന്നാണ് നെഡ് ചോദിക്കുന്നത്. പിന്നെന്താ കാര്യം ഉണ്ടാവാത്തത്? കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ടോണി സ്റ്റാർക്കിന്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിക്കും എന്നാണ് അവനതിന് മറുപടി പറയുന്നത്. അങ്ങനെ അവരതൊക്കെ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് ലിസ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അങ്ങോട്ട് വരുന്നത്. ഈ സ്കൂളിലെ പീറ്ററിന്റെ ക്രഷ് ആണ് അവള്. അതുകൊണ്ട് അവളെ കണ്ട ഉടനെ തന്നെ പീറ്റർ അവളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവളും അവനെ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ അവർ നേരെ പോകുന്ന ക്ലാസ്സിലേക്കാണ്. ടീച്ചർ ഇപ്പൊ ക്ലാസ് എടുക്കുന്നുണ്ട്. ആ ക്ലാസ് എടുക്കുന്നതിനിടയിലാണ് ടീച്ചർ ഫ്ലാഷ് എന്ന് പറയുന്ന ഒരുത്തൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എന്നാൽ ഫ്ലാഷിന് അതിന് ഉത്തരം അറിയത്തില്ല. അങ്ങനെ അവന് ഉത്തരം പറയാത്തതുകൊണ്ട് ടീച്ചർ അടുത്തതായിട്ട് ആ ചോദ്യം ചോദിക്കുന്നത് പീറ്ററിന്റെ അടുത്താണ്. പീറ്റർ ആണെങ്കിൽ ഈ സമയം യൂട്യൂബിൽ സ്പൈഡർമാന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും അവൻ നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണ്. അതുകൊണ്ട് തന്നെ ടീച്ചർ ചോദിച്ച ഉടനെ തന്നെ അവൻ ഉത്തരം പറയുകയും ചെയ്യുന്നു. അവൻ ആ ഉത്തരം പറഞ്ഞു കേൾക്കുമ്പോൾ ഫ്ലാഷിന് അവനോട് വല്ലാത്തൊരു ദേഷ്യമാണ് തോന്നുന്നത്. ഈ ഫ്ലാഷ് എന്ന് പറയുന്നവന് ഏത് സമയവും പീറ്ററിന് സ്കൂളിൽ നാണം കെടുത്തലാണ് പരിപാടി. ഇപ്പൊ അടുത്തതായിട്ട് അവനൊരു അവസരം നോക്കി നിൽക്കുകയാണ്.
അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ലഞ്ച് ടൈമായി. പീറ്ററും നെഡും കൂടെ അവിടെ ഒരു ബെഞ്ചിലിരുന്നിട്ട് ലിസിനെ അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് കുറച്ച് അപ്പുറത്തായിട്ട് മിഷേൽ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഇരിക്കുന്നുണ്ട്. അവർക്ക് അങ്ങനെ അധികം ഫ്രണ്ട്സ് ഒന്നുമില്ല. ഏത് സമയം ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒറ്റയ്ക്കിരിക്കലാണ് അവരുടെ പണി. ഈ ഒരു അവസരത്തിൽ പീറ്ററിന്റെ അടുത്തും നെഡിന്റെ അടുത്തും കൂട്ടുകൂടാനാണ് അവൾ ശ്രമിക്കുന്നത്. എന്നാൽ അവരാണെങ്കിൽ അവളെ വലിയ മൈൻഡൊന്നും ചെയ്യുന്നില്ല. പീറ്റർ ഇപ്പോഴും ലിസിനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലഞ്ച് ടൈം ഒക്കെ കഴിഞ്ഞു. പിള്ളേരെല്ലാവരും കൂടെ ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അക്കാഡമിക് ഡിക്കാത്തലോൺ എന്നാണ് ഈ കോമ്പറ്റീഷന്റെ പേര്. അവരുടെ സാർ ഇതിന്റെ ക്യാപ്റ്റൻ ആക്കിയിരുന്നത് പീറ്ററിനെ ആയിരുന്നു. എന്നാൽ ഈ കോമ്പറ്റീഷൻ നടക്കുന്നത് വാഷിംഗ്ടൺ DC-യിലാണ്. ഇവിടെ നിന്ന് 300 മൈൽ അകലെയാണത്. അതുകൊണ്ട് തന്നെ അവന്റെ സാറിന്റെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ സ്റ്റാർക്ക് ഇന്റേൺഷിപ്പ് ഉള്ളതുകൊണ്ട് എനിക്ക് വാഷിംഗ്ടണിലേക്ക് വരാൻ പറ്റത്തില്ല. എപ്പോ വേണമെങ്കിലും സ്റ്റാർക്കിന്റെ വിളി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇവിടെ തന്നെ നിന്നേ പറ്റൂ എന്നാണ് അവൻ പറയുന്നത്. അവൻ ഈ സംസാരിക്കുന്നൊക്കെ അപ്പുറത്തിരുന്നിട്ട് ആ ഫ്ലാഷും കേൾക്കുന്നുണ്ട്. കിട്ടിയ അവസരത്തിൽ തന്നെ അവൻ പീറ്ററിനെ ശരിക്കും ഇൻസൾട്ട് ചെയ്യാൻ തുടങ്ങി. എന്റെ പൊന്നു സാർ, അവൻ ചുമ്മാ തള്ളുന്നതാണ്. ടോണി സ്റ്റാർക്കിനെ അവൻ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചു നോക്ക് എന്നാണ് അവൻ അവിടെ നിന്ന് പറയുന്നത്. എന്നാൽ പീറ്റർ അതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല. അവനിപ്പോ എങ്ങനെയെങ്കിലും സ്കൂളിൽ നിന്ന് ചാടണം, അതാണ് അവൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവൻ സ്കൂളിൽ നിന്ന് ചാടി. അവൻ നേരെ പോകുന്നത് ഡെൽമാർ എന്ന പേരിൽ ഒരുത്തന്റെ സൂപ്പർ മാർക്കറ്റിലേക്കാണ്. അവിടെ ചെന്നിട്ട് അവന് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ അവൻ വാങ്ങി. അതിനുശേഷം ആളൊഴിഞ്ഞൊരു സ്ഥലത്തേക്കാണ് അവൻ പോകുന്നത്. അവിടെ ചെന്ന ഉടനെ തന്നെ അവന്റെ സ്യൂട്ട് ധരിക്കുകയാണ്. അവൻ ആരെങ്കിലും സഹായിച്ചിട്ടില്ലെങ്കിൽ ഇപ്പൊ ഇരിക്കപ്പുറത്ത് കിട്ടാത്ത അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഉച്ച സമയത്ത് അവൻ സ്കൂളിൽ നിന്ന് ചാടിയത്. അങ്ങനെ സ്യൂട്ടൊക്കെ ഇട്ട് അവൻ നേരെ ഒരു ബിൽഡിങ്ങിന്റെ മുകളിലെത്തി. എന്തെങ്കിലും പ്രശ്നം സിറ്റിയിൽ നടക്കുന്നുണ്ടോ എന്നാണ് അവൻ ചെക്ക് ചെയ്യുന്നത്. ഈ സമയത്താണ് ഒരുത്തനൊരു സൈക്കിളും മോഷ്ടിച്ചുകൊണ്ട് പോകുന്നവൻ കാണുന്നത്. അത് കണ്ട ഉടനെ തന്നെ അവൻ നേരെ അവനെ പിടിച്ചിട്ട് ആ സൈക്കിൾ അവന്റെ കയ്യിൽ നിന്നെടുത്തു. എന്നിട്ട് അവിടെ നിന്നിട്ട് ഇത് ആരുടെ സൈക്കിളാണ് എന്നൊക്കെ അവൻ വിളിച്ചു ചോദിക്കുന്നുണ്ട്. എന്നാൽ ആ സൈക്കിളിന്റെ ഉടമസ്ഥൻ അവിടെ എവിടെയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ ആ സൈക്കിൾ അവിടെ വെച്ചിട്ട് ഒരു കുറിപ്പ് അവിടെ എഴുതി വെച്ചു. ഇത് നിങ്ങളുടെ സൈക്കിളാണെങ്കിൽ മാത്രം നിങ്ങൾ എടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് മോഷ്ടിക്കാൻ നിൽക്കരുത് എന്ന് സ്പൈഡർമാൻ എന്നാണ് അവൻ ആ കുറിപ്പിൽ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ അവൻ കുറേയൊക്കെ ആൾക്കാരെ സഹായിച്ചതിന് ശേഷം ഇപ്പൊ ഒരു ബിൽഡിങ്ങിന്റെ മുകളിലിരിക്കുകയാണ്. ഹാപ്പിയെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് അവൻ അയാളുടെ വോയിസ് മെയിലിലേക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങി. അവൻ ഇന്ന് ചെയ്ത നല്ല കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് അവൻ ആദ്യം മെസ്സേജ് അയക്കുന്നത്. അതിനുശേഷം അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്റെ അടുത്ത മിഷന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ എന്നെ വിളിക്കണം എന്നൊക്കെയാണ് അവൻ മെസ്സേജ് അയക്കുന്നത്. അതിനിടയിലാണ് അവൻ മറ്റൊരു കാര്യം കാണുന്നത്. അവിടെ ഒരു ATM മെഷീന്റെ അകത്ത് കുറച്ച് മോഷ്ടാക്കൾ കയറിയിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും കയ്യിൽ ആ ടൂംസിന്റെ കയ്യിൽ നിന്ന് മേടിച്ച വെപ്പൺസ് ആണ്. അവരത് വെച്ചിട്ട് ആ ATM മെഷീനൊക്കെ പൊളിച്ചിട്ട് പൈസയൊക്കെ വെളിയിലേക്ക് എടുത്തു. അത് കണ്ട ഉടനെ തന്നെ പീറ്റർ വേഗം തന്നെ ആ ATMന്റെ അകത്തേക്ക് ചെന്നു. അവൻ നോക്കുമ്പോൾ അവന്മാരെല്ലാം ധരിച്ചിരിക്കുന്നത് അവഞ്ചേഴ്സിന്റെ മുഖംമൂടിയാണ്. അങ്ങനെ ഉടനെ തന്നെ പീറ്റർ അവന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അതിനിടയിൽ ഒരുത്തനാണെങ്കിൽ അവന്റെ കയ്യിലുള്ള ഗണ്ണ് വെച്ചിട്ട് പീറ്ററിന് നേരെ ഷൂട്ട് ചെയ്തു. അതൊരു ആന്റി ഗ്രാവിറ്റി ഗണ്ണാണ്. അത് ഷൂട്ട് ചെയ്തുകൊണ്ട് പീറ്ററിന് അനങ്ങാൻ പറ്റുന്നില്ല. അവനിങ്ങനെ വായുവിൽ ഫ്ലോട്ട് ചെയ്യാണ്. എങ്കിലും കഷ്ടപ്പെട്ട് അവൻ അയാളെ ഇടിച്ചു തെറിപ്പിച്ചു. അങ്ങനെ ആ ഫൈറ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ATM ഇരിക്കുന്നത് ആ ഡെൽമാറിന്റെ സൂപ്പർ മാർക്കറ്റിന്റെ ഓപ്പോസിറ്റ് ആണ്. അവിടെ ആ ഫൈറ്റ് നടക്കുന്നത് അയാളും കാണുന്നുണ്ട്. അയാൾ നോക്കുമ്പോൾ ATMൽ നിന്നുള്ള പൈസയൊക്കെ ഇങ്ങനെ പറന്നു കിടക്കുകയാണ്. അയാൾ ഉടനെ തന്നെ പോലീസിനെ വിളിച്ചു. അയാൾ പറയുന്നത് ഇവിടെ സ്പൈഡർമാനും അവഞ്ചേഴ്സും തമ്മിലുള്ള ഫൈറ്റ് നടക്കുന്നതാണ്. എന്നാൽ ആ ഫൈറ്റിനിടയിലാണ് ആ തോക്കിൽ നിന്നൊരു വെടി പൊട്ടുന്നതും ആ ATM മെഷീൻ മൊത്തം തകർന്നു പോകുന്നു. ATM മെഷീൻ മാത്രമല്ല, ആ ഡെൽമാറിന്റെ സൂപ്പർ മാർക്കറ്റ് മൊത്തം കത്തിപ്പോകുന്നുണ്ട്. അത് കണ്ട ഉടനെ തന്നെ പീറ്റർ വേഗം സൂപ്പർ മാർക്കറ്റിലേക്ക് ഓടാണ്. അവൻ നോക്കുമ്പോൾ ഡെൽമാറിന് അയാളുടെ പൂച്ചയ്ക്കും കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. അവൻ ഉടനെ തന്നെ അവരെ രണ്ടുപേരെയും പുറത്തേക്ക് ഇറക്കി. എന്നാൽ ഈ സമയമാകുമ്പോഴേക്കും ആ മോഷ്ടാക്കളാണെങ്കിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ശരിക്കും നിരാശയിൽ നിൽക്കുകയാണ്. അങ്ങനെ അവൻ ഉടനെ തന്നെ ഹാപ്പിയെ വിളിച്ചു. അതിനുശേഷം ആ ATMൽ ഉണ്ടായ പ്രശ്നങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ഹാപ്പിയുടെ അടുത്ത് പറയുന്നത്. എന്നാൽ ഈ സമയം ഹാപ്പി ആണെങ്കിൽ ആ തകർന്നുപോയ സ്റ്റാർക്ക് ടവറിൽ നിന്നും ടോണിയുടെ റിസർച്ചുമായി ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് പീറ്റർ പങ്കെടുത്ത് വിളിച്ചിരിക്കുന്നത്. ഈ സമയം ഹാപ്പി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ സ്റ്റാർക്ക് ടവറിൽ നിന്ന് സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിലാണോ നിന്റെ ATM റോബറിയുടെ കാര്യങ്ങളൊക്കെ എന്നോട് പറയുന്നത്? നീ വേറെ വല്ല പോലീസുകാരെയും വിളിക്കാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ഹാപ്പി ഫോൺ കട്ട് ചെയ്യാണ്. അങ്ങനെ പീറ്റർ നേരെ പോകുന്നത് അവന്റെ ഫ്ലാറ്റിലേക്കാണ്. അവനിപ്പം അവന്റെ ആന്റിയായ മേയുടെ കൂടെയാണ് ജീവിക്കുന്നത്. പക്ഷെ ഇവൻ സ്പൈഡർമാൻ ആണ് എന്ന കാര്യം മേയ്ക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ പതുക്കെ ശബ്ദം ഉണ്ടാക്കാതെ ജനലിന്റെ അകത്തുകൂടെയാണ് അവൻ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറുന്നത്. അങ്ങനെ അവൻ പതുക്കെ ചെന്നിട്ട് ആ ഡോർ അടിച്ചു. അതിനുശേഷം അവൻ താഴേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നെഡ് അവിടെ നിൽക്കുന്നുണ്ട്. പീറ്ററിനെ അന്വേഷിച്ച് വന്നപ്പോൾ അവന്റെ ആന്റിയാണ് നെഡിനെ കൊണ്ടുവന്ന് പീറ്ററിന്റെ റൂമിലിരുത്തിയത്. ഈ ഒരു നിമിഷത്തിലാണ് പീറ്ററാണ് സ്പൈഡർമാൻ എന്ന കാര്യം അവന്റെ ബെസ്റ്റ് ഫ്രണ്ടായ നെഡും അറിയുന്നത്. ഒരു അത്ഭുതമായിരുന്നു അവന്. ഈ സമയം വളരെ വെപ്രാളത്തോടെ പീറ്റർ ചില കാര്യങ്ങളൊക്കെ അവന്റെ അടുത്ത് പറയാൻ തുടങ്ങി. ഒരു കാരണവശാലും ഞാനാണ് സ്പൈഡർമാൻ എന്ന കാര്യം ഒരാളും അറിയരുത്, പ്രത്യേകിച്ച് എന്റെ ആന്റി. അവരെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും എനിക്ക് ഈ ഫ്ലാറ്റിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ കാര്യം നീ ആന്റിയുടെ അടുത്ത് പറയരുത് എന്നൊക്കെയാണ് പീറ്റർ പറയുന്നത്. നെഡ് ആണെങ്കിൽ ഞാൻ ആരോടും പറയില്ല എന്ന് പീറ്ററിന്റെ അടുത്ത് പ്രോമിസ് ചെയ്യുകയും ചെയ്യുന്നു.
അങ്ങനെ പിറ്റേ ദിവസമായി അവരിപ്പോൾ സ്കൂളിലാണ്. സ്കൂളിൽ അവർ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പീറ്ററിന്റെ കൂടെ ഇരിക്കുന്നത് നെഡ് തന്നെയാണ്. അതിനിടയിൽ കുറച്ചപ്പുറത്തായിട്ട് ലിസും ടീമും ഇരിക്കുന്നുണ്ട്. അവർ അവഞ്ചേഴ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ സമയം ലിസ് പറയുന്നത് അവൾക്ക് സ്പൈഡർമാൻ്റെ അടുത്തൊരു ക്രഷ് ഉണ്ടെന്നാണ്. ഇതെല്ലാം പീറ്ററും നെഡും കേൾക്കുന്നുണ്ട്. അവൾക്ക് സ്പൈഡർമാനോട് ക്രഷ് ഉണ്ടെന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നെഡ് ഉറക്കെ ഒരു കാര്യം വിളിച്ചു പറയാണ്. പീറ്ററിന് സ്പൈഡർമാൻ അറിയാം എന്നാണ് നെഡ് വിളിച്ചു പറയുന്നത്. അത് കേൾക്കുമ്പോൾ അവിടെയുള്ള മുഴുവൻ കുട്ടികൾക്കും അത്ഭുതമായി. എന്നാൽ നെഡ് അങ്ങനെ പറയും എന്ന കാര്യം പീറ്റർ തീരെ പ്രതീക്ഷിച്ചതല്ല. അതുകൊണ്ട് തന്നെ എന്താണ് അവരോടൊക്കെ പറയേണ്ടത് എന്ന് അവനൊരു ഐഡിയയും കിട്ടുന്നില്ല. ഞാൻ അവനെ 2-3 തവണയൊക്കെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ അവിടെ ഇവിടെയും തൊടാത്ത രീതിയിലാണ് പീറ്റർ ഇപ്പോൾ സംസാരിക്കുന്നത്. ഇതെല്ലാം കേട്ടുകൊണ്ട് ആ ഫ്ലാഷ് അങ്ങോട്ട് വരുന്നുണ്ട്. ഫ്ലാഷ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓ നിനക്ക് സ്പൈഡർമാൻ അറിയാലേ, എങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, ഇന്ന് രാത്രി ലിസിന്റെ വീട്ടിലൊരു പാർട്ടി നടക്കുന്നുണ്ട്, നീ അങ്ങോട്ട് വരുമ്പോൾ സ്പൈഡർമാനും കൂട്ടിയിട്ട് വാ എന്നാണ് ഫ്ലാഷ് പറയുന്നത്. അവനത് പറഞ്ഞു കഴിയുമ്പോഴാണ് ലിസു ആ കാര്യം ഓർക്കുന്നത്. അവൾ ഇതുവരെയായിട്ടും പീറ്ററിനെ പാർട്ടിക്ക് ക്ഷണിച്ചിട്ടില്ല. ഇപ്പൊ ഫ്ലാഷ് അങ്ങനെ പറഞ്ഞതുകൊണ്ട് അവള് തന്നെ പീറ്ററിനെ പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. അങ്ങനെ അന്ന് രാത്രിയായപ്പോൾ പീറ്ററും നെഡും ലിസിന്റെ വീട്ടിലെത്തി. ലിസ് തന്നെയാണ് അവരങ്ങോട്ട് വെൽക്കം ചെയ്യുന്നത്. അങ്ങനെ അവൾ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ നെഡ് അവന്റെ അടുത്തൊരു കാര്യം പറയാൻ തുടങ്ങി. നീ എന്തിനാണ് ഇങ്ങനെ നോർമൽ ആയിട്ട് വന്നിരിക്കുന്നത്, നീ സ്പൈഡർമാൻ ആയിട്ട് വാ, അങ്ങനെ വരുമ്പോഴേ നിനക്കൊരു വില കിട്ടത്തുള്ളൂ എന്നൊക്കെയാണ് നെഡ് പറയുന്നത്. എന്നാൽ അത് കേൾക്കുമ്പോൾ ഇല്ല നെഡ്, ഞാൻ എന്റെ ഈ രൂപത്തിൽ തന്നെ നിന്നോളാം എന്നാണ് അവൻ പറയുന്നത്. അതിനിടയിലാണ് ആ ഫ്ലാഷ് പീറ്ററിനെ കളിയാക്കുന്നത്. നീയല്ലേ പീറ്റർ പറഞ്ഞത് നിനക്ക് സ്പൈഡർമാൻ അറിയാന്ന്, അവനെ കൂട്ടിയിട്ട് വരാന്നല്ലേ നീ പറഞ്ഞത്, എന്നിട്ട് എവിടെ എന്നൊക്കെ ചോദിച്ചിട്ടാണ് അവൻ കളിയാക്കുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ പീറ്ററിന് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. അവൻ വേഗം തന്നെ ആ വീടിന്റെ മുകളിലേക്ക് കയറി എന്നിട്ട് പെട്ടെന്ന് തന്നെ സ്യൂട്ടൊക്കെ എടുത്തിട്ടാണ് സ്പൈഡർമാനായിട്ട് അവരുടെ മുന്നിലേക്ക് പോവാം എന്ന് തന്നെയാണ് അവൻ തീരുമാനിച്ചിരിക്കുന്നത്. അവിടെ ചെന്നിട്ട് അവൻ പറയേണ്ട കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് അങ്ങ് ദൂരെയായിട്ട് ഒരു പൊട്ടിത്തെറി അവൻ കാണുന്നത്. അത് കണ്ട ഉടനെ തന്നെ അവൻ അങ്ങോട്ട് ഓടുകയാണ്. അവൻ ആദ്യം സ്വിങ് ചെയ്തിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. എന്നാൽ കുറച്ചു ദൂരം അങ്ങോട്ട് പോയി കഴിയുമ്പോൾ സ്വിങ് ചെയ്യാൻ വേണ്ടി അവിടെ മരങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഓടിയാണ് അവൻ ആ പൊട്ടിത്തെറി നടന്ന സ്ഥലത്തേക്ക് എത്തിയത്. ഈ സമയം അവൻ നോക്കുമ്പോൾ അവിടെ ഒരു ആയുധ കച്ചവടം നടക്കുകയാണ്. ആ ടോംസിന്റെ ആൾക്കാരാണ് ആ ആയുധങ്ങളുമായിട്ട് വന്നിരിക്കുന്നത്. എന്നാൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആ വെപ്പൺസ് ഒക്കെ കാണുമ്പോൾ അത് വാങ്ങാൻ വന്നവൻ പറയുന്നത്, എനിക്ക് ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൺസ് ഒന്നും വേണ്ട, എനിക്ക് ആരെയും കൊല്ലാനല്ല, എനിക്കൊരു തോക്ക് മാത്രം മതി, എനിക്കൊരാളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അതിനിടയിലാണ് പീറ്റർ അങ്ങോട്ട് ചെല്ലുന്നത്. ഈ ആയുധം വിൽക്കാൻ വന്ന ഈ മൊട്ടയുടെ പേര് ഹെർമൻ എന്നാണ്. അവൻ ഉടനെ തന്നെ ഒരു തോക്ക് എടുത്തിട്ട് പീറ്റർ നേരെ ചൂണ്ടി. എന്നാൽ അത് കണ്ട ഉടനെ പീറ്റർ ഒരു വെബ് ഷൂട്ട് ചെയ്തിട്ട് ആ തോക്ക് വലിച്ച് താഴേക്കിടാണ്. അതിനുശേഷം അവനെ പിടിക്കാൻ ചെല്ലുമ്പോഴാണ് ആ മൊട്ടയുടെ കൂടെ നിൽക്കുന്ന മറ്റവൻ കയ്യിലൊരു വെപ്പൺ ഇട്ടിട്ട് അവനൊരു ഇടി കൊടുക്കുന്നത്. ഇവന്റെ പേര് ജാക്സൺ എന്നാണ്. ഈ വെപ്പൺ ഉപയോഗിക്കുന്നതുകൊണ്ട് ഷോക്കർ എന്നാണ് അവൻ അറിയപ്പെടുന്നത്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വെപ്പണാണത്. അതുകൊണ്ട് തന്നെ ഒറ്റ ഇടിയിൽ തന്നെ പീറ്റർ തെറിച്ചു പോവാണ്. അങ്ങനെ പീറ്ററിനെ ഇടിച്ച് തെറിപ്പിച്ചിട്ട് അവർ ആ വണ്ടി ഓടിച്ചിട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങി. എന്നാൽ പീറ്റർ ആണെങ്കിൽ അവരെ വിടുന്നില്ല. അവൻ ആ വണ്ടിക്ക് നേരെ ഒരു വെബ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവനെയും വലിച്ചഴച്ചുകൊണ്ടാണ് ആ വണ്ടി ഇപ്പം മുന്നോട്ട് പോകുന്നത്. അതിനിടയിൽ ആ ഷോക്കർ പീറ്ററിന് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ പെട്ടെന്നാണ് അവന്റെ കയ്യിൽ നിന്നും ആ ഗണ്ണ് പുറത്തേക്ക് തെറിച്ചു പോകുന്നത്. അതോടൊപ്പം തന്നെ പീറ്ററും തെറിച്ചുപോയി. അങ്ങനെ പീറ്റർ ഉടനെ തന്നെ ആ വണ്ടിയുടെ പുറകെ ഓടാൻ തുടങ്ങി. ഓരോരോ വീടുകളുടെ മുകളിലൂടെയൊക്കെ കയറിയിട്ടാണ് അവനിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറെ ഓടി അവൻ ആ വാന്റെ മുകളിലേക്ക് ജമ്പ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ആ വണ്ടിയിലുള്ള ആൾക്കാർ വിളിച്ചതിനെ തുറന്നിട്ട് ആ വൾച്ചർ അങ്ങോട്ട് വരുന്നത്. വൾച്ചർ വന്ന ഉടനെ തന്നെ പീറ്ററിനെ റാഞ്ചി മുകളിലേക്ക് പറക്കാൻ തുടങ്ങി. കുറെ മുകളിലേക്ക് എത്തിയതിനു ശേഷം അവൻ പീറ്ററിനെ താഴേക്കിടാണ്. എന്നാൽ പീറ്ററിന്റെ സ്യൂട്ടിനകത്തൊരു പാരച്യൂട്ട് ഉണ്ട്. അങ്ങനെ ആ പാരച്യൂട്ടിൽ തൂങ്ങിയാണ് പീറ്റർ താഴേക്ക് വീഴുന്നത്. അങ്ങനെ അവൻ നേരെ ചെന്ന് വീഴുന്നത് അവിടെയുള്ള ഒരു ലേക്കിലേക്കാണ്. എന്നാൽ അവൻ വീണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എന്തോ ഒരു സാധനം താഴേക്ക് വന്നിട്ട് പീറ്ററിനെയും പൊക്കിയെടുത്ത് മുകളിലേക്ക് വന്നു. അത് അയൺമാൻ ആയിരുന്നു. അങ്ങനെ അയൺമാൻ പീറ്ററിനെ സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടിരുത്തി. എന്നാൽ ഇപ്പം ഇങ്ങോട്ട് വന്നിരിക്കുന്നത് യഥാർത്ഥ അയൺമാൻ അല്ല, അത് അയൺ സ്യൂട്ടാണ്. ടോണി ഇപ്പം നിൽക്കുന്നത് വേറൊരു സ്ഥലത്താണ്. അവനിപ്പോൾ ആ സ്യൂട്ട് വഴി പീറ്ററിന്റെ അടുത്ത് സംസാരിക്കുകയാണ്. നീ എന്തിനാണ് പീറ്റർ ആ വൾച്ചറിന്റെ പുറകെ നടക്കുന്നത്? ഇങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങളൊന്നും നീ ഇടപെടരുത് എന്ന കാര്യം ഞാൻ നിന്നോട് മുന്നേ പറഞ്ഞിട്ടില്ല അല്ലേ? നീ ചെറിയ ചെറിയ കാര്യങ്ങൾ നോക്ക്. ഈ വൾച്ചറുമായി ബന്ധപ്പെട്ട വേറെ എന്തെങ്കിലും കാര്യം നീ ഇനി അറിയുകയാണെങ്കിൽ നേരെ ഹാപ്പിയെ വിളിച്ച് പറഞ്ഞാൽ മതി, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. ഇനി ഇതുപോലത്തെ കാര്യത്തിൽ ഇടപെട്ടു എന്ന് ഞാൻ അറിയരുത് എന്ന് പറഞ്ഞിട്ട് ടോണി ഫോൺ കട്ട് ചെയ്യുന്നു. അങ്ങനെ ടോണി ഫോൺ കട്ട് ചെയ്യുമ്പോൾ അയൺ സ്യൂട്ട് ആണെങ്കിൽ അവിടെ നിന്ന് തിരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ പീറ്റർ അവന്റെ വീട്ടിലേക്ക് തിരിച്ചു നടക്കാൻ തുടങ്ങി. ഈ സമയത്താണ് നേരത്തെ ആ വണ്ടിയിൽ നിന്ന് തെറിച്ചുപോയ വെപ്പൺ അവൻ കാണുന്നത്. അതിനകത്തു നിന്നും ആ നീല കല്ലിങ്ങനെ ഗ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ ഉടനെ തന്നെ അതും എടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. ഇതേസമയം തന്നെ വൾച്ചർ ആണെങ്കിൽ അവരുടെ ഹൈഡൌട്ടിലെത്തി. അവന്റെ കൂട്ടത്തിലുള്ള ആൾക്കാർ ആ പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ വളരെ ദേഷ്യത്തിലാണ് വൾച്ചർ അങ്ങോട്ട് വന്നിരിക്കുന്നത്. ഈ സമയമാകുമ്പോഴേക്കും ആ ജാക്സനും ഹെർമനും അങ്ങോട്ട് എത്തി. ജാക്സനെ കാണുമ്പോൾ വൾച്ചർ വളരെ ദേഷ്യത്തോടെയാണ് അവരുടെ അടുത്ത് സംസാരിക്കുന്നത്. നീയൊക്കെ എന്തു പണിയാണ് കാണിച്ചത്? നമ്മുടെ ഈ ആയുധങ്ങൾ വിൽക്കാൻ ശ്രമിക്കുമ്പോൾ ആരും അറിയരുത് എന്ന കാര്യം ഞാൻ നിന്നോട് പ്രത്യേകം പറഞ്ഞതല്ലേ? എന്നിട്ടിപ്പോ നിങ്ങൾ കാരണം ഇത് ആരൊക്കെ അറിഞ്ഞു? ആ അവഞ്ചേഴ്സ് എങ്ങാനും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അവന്മാരെല്ലാവരും കൂടെ ഇങ്ങോട്ട് പോരും. അതുകൊണ്ട് ഇനി നോക്കിയും കണ്ടൊക്കെ നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഇവിടെ നിന്ന് ഒഴിവാക്കും എന്നൊക്കെയാണ് ടോംസ് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്നെ ഇവിടെ നിന്ന് ഒഴിവാക്കാനൊന്നും പറ്റത്തില്ല. നിങ്ങൾ വല്ലാതെ എന്നെ ഭരിക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് കാശ് സമ്പാദിക്കുന്നത് എന്ന കാര്യം ഞാൻ നിങ്ങളുടെ ഭാര്യയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ജാക്സൺ ടോംസിനെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. അത് കേൾക്കുമ്പോൾ അയാൾക്ക് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. അയാൾ ഉടനെ തന്നെ അവിടെ ഇരിക്കുന്ന ഒരു ഗൺ എടുത്തിട്ട് ജാക്സന് നേരെ ഷൂട്ട് ചെയ്യാണ്.
അത് ആന്റി ഗ്രാവിറ്റി ഗണ്ണാണെന്ന് വിചാരിച്ചിട്ടാണ് അയാൾ ഷൂട്ട് ചെയ്തത്. എന്നാൽ അത് മറ്റൊരു ഗണ്ണായിരുന്നു. അത് ഷൂട്ട് ചെയ്തതോടുകൂടെ ജാക്സൺ ആണെങ്കിൽ മൊത്തത്തിൽ അങ്ങോട്ട് പൊടിഞ്ഞു പോവാണ്. എന്തായാലും അവൻ ചത്തു. ടോംസ് വേഗം ചെന്നിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ വെപ്പൺ എടുത്തിട്ട് ഹെർമന് കൊടുക്കുകയാണ്. അതിനുശേഷം അവന്റെ അടുത്തൊരു കാര്യം പറയുന്നു. എന്തായാലും ജാക്സൺ ചത്തു, ഇനി മുതൽ നീയാണ് ഷോക്കർ. വേഗം ചെന്നിട്ട് നിങ്ങൾ മിസ്സാക്കിയ ആ വെപ്പൺ എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞിട്ട് ടോംസ് അവിടുന്ന് പോവാണ്. അങ്ങനെ പിറ്റേ ദിവസമായി പീറ്ററും നെഡും കൂടെ അവരുടെ ലാബിൽ ഇരുന്നിട്ട് ആ വെപ്പണിൽ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുകയാണ്. കുറെ നേരത്തെ ശ്രമത്തിന് ശേഷം അവർ അതിനകത്തുള്ള കല്ല് വെളിയിലേക്ക് എടുത്തു. എന്നിട്ട് അവർ തിരിച്ച് ക്ലാസ്സിലേക്ക് നടക്കുകയാണ്. ഈ സമയത്താണ് ആ ഷോക്കറും വേറൊരുത്തനും കൂടെ ആ വെപ്പണും ട്രാക്ക് ചെയ്തിട്ട് അവരുടെ സ്കൂളിലേക്ക് വരുന്നത്. അത് കണ്ട ഉടനെ തന്നെ അവർ കാണാതെ പീറ്റർ അവരെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അവർ നേരെ പോകുന്നത് സ്കൂളിലെ ലാബിലേക്കാണ്. പീറ്റർ ആണെങ്കിൽ അവിടെ മറിഞ്ഞിരുന്നിട്ട് അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരവിടെ സെർച്ച് ചെയ്തിട്ട് ആ വെപ്പൺ അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ തിരിച്ചു നടക്കാൻ തുടങ്ങി. ഈ സമയം പീറ്റർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ഷോക്കറിന്റെ കാലിലേക്ക് ഒരു സ്പൈഡറിനെ ഷൂട്ട് ചെയ്യാണ്. ഇതൊരു ട്രാക്കിംഗ് ഡിവൈസ് ആണ്. ഇനി അയാൾ എവിടെ പോയി കഴിഞ്ഞാലും അത് അവനെ ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ തിരിച്ച് റൂമിലെത്തിയതിനു ശേഷം പീറ്ററും നെഡും കൂടെ അവൻ എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ ട്രാക്ക് ചെയ്യാൻ തുടങ്ങി. കുറെ സമയത്തിന് ശേഷം അവൻ വാഷിംഗ്ടൺ DC-യിലേക്കാണ് പോയിരിക്കുന്നത് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അവിടേക്ക് ചെല്ലണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് 300 മൈൽ യാത്രയുണ്ട്. ഇപ്പൊ എങ്ങനെ അങ്ങോട്ട് പോകും എന്ന് ആലോചിക്കുമ്പോഴാണ് അവരവിടെ വെച്ചിരിക്കുന്ന ആ ബോർഡ് ശ്രദ്ധിക്കുന്നത്. അത് അവരുടെ അക്കാഡമിക് ഡീക്കാത്തലോന്റെ പോസ്റ്റർ ആയിരുന്നു. നാളെ തന്നെ സ്കൂളിൽ നിന്ന് അങ്ങോട്ടൊരു ട്രിപ്പ് പോകുന്നുണ്ട്, അവരുടെ കൂടെ പോവാം എന്നാണ് പീറ്റർ തീരുമാനിക്കുന്നത്. അങ്ങനെ അവൻ പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാനും നമ്മുടെ കോമ്പറ്റീഷന് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള പിള്ളേരുടെ കൂടെ കൂടാണ്. അങ്ങനെ അവരുടെ സ്കൂൾ ബസ്സിൽ അവർ നേരെ വാഷിംഗ്ടൺ DC-യിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ പോകുന്ന വഴിക്കാണ് ഹാപ്പി പീറ്ററിനെ വിളിക്കുന്നത്. ഹാപ്പി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ നിന്റെ ഏരിയ വിട്ട് പുറത്തു പോകുന്നതായിട്ടാണല്ലോ എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്, എവിടേക്കാണ് എന്നാണ് ഹാപ്പി ചോദിക്കുന്നത്. അയാൾ ആ ചോദ്യം കേൾക്കുമ്പോൾ അവന്റെ സ്യൂട്ടിൽ അവർ ട്രാക്കർ വെച്ചിട്ടുണ്ട് എന്ന കാര്യം പീറ്ററിന് മനസ്സിലായി. ഞാൻ എന്റെ സ്കൂളിൽ നിന്നൊരു ട്രിപ്പ് പോവാണ് എന്നാണ് പീറ്റർ മറുപടി പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഹാപ്പി ആണെങ്കിൽ ഓക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ വാഷിംഗ്ടണിൽ എത്തിയതിനു ശേഷം അവർ ആദ്യം പോകുന്ന അവരുടെ റൂമിലേക്കാണ്. റൂമിലെത്തിയ ഉടനെ തന്നെ പീറ്റർ അവന്റെ സ്യൂട്ട് എടുത്തു. എന്നിട്ട് അവൻ ആദ്യം അതിൽ നിന്ന് ആ ട്രാക്കർ റിമൂവ് ചെയ്യാണ്. അങ്ങനെ അവൻ ആ ട്രാക്കർ റിമൂവ് ചെയ്യുമ്പോൾ നെഡ് ആണെങ്കിൽ അവന്റെ ലാപ്ടോപ്പ് വഴി ആ സ്യൂട്ടിലെ ബാക്കിയുള്ള സെറ്റപ്പ് ഒക്കെ നോക്കുകയാണ്. അതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. പക്ഷെ പീറ്റർ ഇപ്പൊ ട്രെയിനിങ്ങിലായതുകൊണ്ട് ആ സെറ്റപ്പ് ഒക്കെ ഡിസേബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നെഡ് ആ കാര്യങ്ങൾ പറയുമ്പോഴാണ് അവന്റെ സ്യൂട്ടിന് അത്രയും സെറ്റപ്പ് ഉണ്ട് എന്ന കാര്യം പീറ്ററും അറിയുന്നത്. അങ്ങനെ പീറ്റർ നെഡിന്റെ അടുത്ത് പറഞ്ഞിട്ട് ആ സെറ്റിംഗ്സ് ഒക്കെ എനേബിൾ ചെയ്തു. എന്നിട്ട് ആ സ്യൂട്ടും എടുത്തിട്ട് നേരെ ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് കയറാണ്. അങ്ങനെ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് കയറി അവൻ സ്യൂട്ടപ്പ് ചെയ്തു. ഈ സമയത്താണ് ആ സ്യൂട്ടിലുണ്ടായിരുന്ന അവന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് അവനോട് സംസാരിക്കുന്നത്. അതൊരു ലേഡിയുടെ വോയിസ് ആണ്. അവൻ അവൾക്ക് പേര് കൊടുക്കുന്നത് കാരൺ എന്നാണ്. ഇത്രയും ദിവസം അത് ഡിസേബിൾ ചെയ്തുകൊണ്ടാണ് ആ പേഴ്സണൽ അസിസ്റ്റന്റ് ഇല്ലാതിരുന്നത്. ഇനിയിപ്പോൾ അവൻ എങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിലും എന്ത് സെറ്റിംഗ്സ് ഓൺ ആക്കണം എന്നുണ്ടെങ്കിലും അതിനോട് പറഞ്ഞാൽ മതി. അങ്ങനെ അവൻ ആ ഷോക്കറിനെയും ട്രാക്ക് ചെയ്തിട്ട് അവന്റെ അടുത്തേക്ക് എത്തി. അവരിപ്പം ഒരു പെട്രോൾ പമ്പിൽ ഒരു വാൻ്റെ അകത്തിരിക്കുകയാണ്. ഇപ്പൊ അവന്റെ സ്യൂട്ടിലെ പുതിയ സെറ്റപ്പ് ഒക്കെ വെച്ചിട്ട് അവരെന്താണ് സംസാരിക്കുന്നത് എന്ന കാര്യം വരെ അവന് ദൂരെ നിന്ന് കേൾക്കാൻ സാധിക്കും. അവരുടെ ആ സംസാരത്തിൽ അവരെന്തോ ആയുധം മോഷ്ടിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് എന്ന കാര്യം അവന് മനസ്സിലായി. ഈ സമയത്താണ് 3 ട്രക്കുകൾ അങ്ങോട്ട് വരുന്നത്. അത് അതിലെ പാസ് ചെയ്ത് കഴിയുമ്പോൾ ആ വൾച്ചറും അങ്ങോട്ട് എത്തി. ആ ട്രക്കുകൾക്കകത്തു നിന്നും സാധനങ്ങൾ മോഷ്ടിക്കാനാണ് വൾച്ചർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു ട്രക്കിന്റെ മുകളിലേക്ക് കയറിയിട്ട് വൾച്ചർ ഒരു പ്രത്യേക ഡിവൈസ് ആ ട്രക്കിന്റെ മുകളിലേക്ക് ഇടാണ്. അതിപ്പം ഒരു പ്രത്യേക തരത്തിലുള്ള ഡോർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതുവഴി അയാൾ ആ കണ്ടെയ്നറിന്റെ അകത്തേക്ക് ഇറങ്ങി. എന്നിട്ട് അവിടെ നിന്നും ഒരു ബാഗിൽ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി. എന്നാൽ ഈ സമയത്താണ് പീറ്റർ അങ്ങോട്ട് വന്നിട്ട് ആ ബാഗ് അയാളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കുന്നത്. അത് കണ്ട ഉടനെ തന്നെ അയാൾ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് സമയത്തെ ഫൈറ്റിന് ശേഷം ആ വൾച്ചർ അവനെ ഇടിച്ചിട്ട് ആ കണ്ടെയ്നറിന്റെ അകത്തേക്ക് ഇടാണ്. പക്ഷെ അയാൾക്ക് ആ ബാഗ് കിട്ടിയിട്ടില്ല. എന്നാൽ പീറ്റർ തിരിച്ചു ചാടാൻ തുടങ്ങുമ്പോഴേക്കും ആ കണ്ടെയ്നറിന്റെ മുകൾ ഭാഗം ക്ലോസ് ആയിട്ടുണ്ട്. അങ്ങനെ അവൻ അതിനകത്ത് പെട്ടുപോയിരിക്കുകയാണ്. മാത്രമല്ല അവിടെ തലയിടിച്ചുകൊണ്ട് അവന്റെ ബോധവും പോയി. പിന്നീട് അവന് ബോധം വരുമ്പോൾ അവൻ വേറൊരു ബിൽഡിങ്ങിന്റെ അകത്താണുള്ളത്. ഇതെവിടെയാണ് സ്ഥലം എന്ന് കാരന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഇതാ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡാമേജ് കൺട്രോളിന്റെ ഒരു ബിൽഡിംഗ് ആണ് എന്നാണ് കാരൻ പറയുന്നത്. ഇതിനി തുറക്കാൻ വേണ്ടി കുറെ സമയമെടുക്കും. അതുകൊണ്ട് തന്നെ അവൻ ഇനി തൽക്കാലം പുറത്തിറങ്ങാൻ സാധിക്കത്തില്ല. ഇപ്പൊ കുറെ സമയമുള്ളതുകൊണ്ട് അവൻ അവന്റെ സ്യൂട്ടിലെ പുതിയ ആയുധങ്ങളൊക്കെ പരീക്ഷിക്കാൻ തുടങ്ങി. ആ പരീക്ഷണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൻ ആ വൾച്ചർ എടുത്തുകൊണ്ട് പോയ ബാഗാണ് ചെക്ക് ചെയ്യുന്നത്. അതിനകത്തു നിന്നും ആ നീല കല്ല് അവന് കിട്ടുന്നുണ്ട്. ഇതെന്താണ് സംഭവം എന്ന് കാരന്റെ അടുത്ത് ചോദിക്കുമ്പോൾ കാരൻ പറയുന്നത് ഇതാ ചിറ്റോറി ഏലിയൻസിന്റെ ഒരു എനർജി കോർ ആണ്. റേഡിയേഷൻ തട്ടിക്കഴിഞ്ഞാൽ ഇത് പൊട്ടിത്തെറിക്കും എന്നാണ് കാരൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അവന് ശരിക്കും ടെൻഷനായി. കാരണം നെഡിന്റെ ബാഗിന്റെ അകത്തും ഇതുപോലുള്ളൊരു കോർ ഇരിക്കുന്നുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ആ ബിൽഡിങ്ങിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് കിടക്കണം. അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബിൽഡിങ്ങിന്റെ വാതിലിന്റെ മുകളിലേക്കാണ് കയറുന്നത്. അതൊരു ഇലക്ട്രോണിക് ലോക്കാണ്. കുറെ സമയം ട്രൈ ചെയ്തിട്ട് അവൻ ആ ഡോറൊക്കെ തുറന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി. അവനിപ്പോ നേരെ ആ കോമ്പറ്റീഷൻ നടക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഈ സമയമാകുമ്പോഴേക്കും ആ കുട്ടികളൊക്കെ ആ കോമ്പറ്റീഷനിൽ വിജയിച്ചു. അവരിപ്പം അവിടെയുള്ള വലിയൊരു ടവറിന്റെ അകത്തേക്ക് പോയിരിക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും പീറ്ററും ആ ടവറിന്റെ അടുത്തേക്ക് എത്തി. കുട്ടികളെല്ലാവരും ടവറിന്റെ ഉള്ളിലെ ലിഫ്റ്റിനകത്താണ്. പെട്ടെന്നാണ് നെഡിന്റെ ബാഗിലുണ്ടായിരുന്ന കോറ് കാരണം ആ ലിഫ്റ്റിനൊക്കെ ഡാമേജ് സംഭവിക്കുന്നത്. മാത്രമല്ല ആ ബിൽഡിങ്ങിന്റെ മുകൾ ഭാഗം തകർന്നു പോകുന്നു.
എന്താണ് സംഭവിക്കുന്നത് എന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. ഈ സമയമാകുമ്പോഴേക്കും പീറ്റർ ആണെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറാൻ തുടങ്ങി. ഉടനെ തന്നെ ആ കോറ് പൊട്ടിത്തെറിക്കും എന്നാണ് കാരൻ ഇങ്ങനെ അവന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എങ്ങനെ അതിന്റെ അകത്തേക്ക് കടക്കും, അതാണ് അവനിങ്ങനെ ട്രൈ ചെയ്യുന്നത്. കാരൻ പറയുന്നത് ആ ബിൽഡിങ്ങിൽ ചെറിയ ജനവാതിലുകളുണ്ട്, അത് പൊളിച്ചിട്ട് നീ അകത്തേക്ക് കയറിക്കോ എന്നാണ് കാരൻ അവന് നിർദ്ദേശം കൊടുക്കുന്നത്. അങ്ങനെ അവനത് പൊളിക്കാൻ വേണ്ടി കുറെ സമയം ട്രൈ ചെയ്യുന്നുണ്ട്. എന്നാൽ അവനെ കൊണ്ട് അത് സാധിക്കുന്നില്ല. ഈ സമയത്താണ് 2 ഹെലികോപ്റ്ററിൽ പോലീസുകാർ അങ്ങോട്ട് വരുന്നത്. അവർ പീറ്ററിനെ കാണുന്നുണ്ട്. ഉടനെ തന്നെ താഴെ ഇറങ്ങിയിട്ടില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ ഷൂട്ട് ചെയ്യും എന്നൊക്കെയാണ് ആ പോലീസുകാർ അവിടെ നിന്ന് വിളിച്ചു പറയുന്നത്. എന്നാൽ അവൻ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ലിഫ്റ്റിനകത്തുള്ള പിള്ളേരെല്ലാവരും മരിക്കും. അതുകൊണ്ട് തന്നെ പീറ്റർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വേഗം ആ ഹെലികോപ്റ്ററിന്റെ അപ്പുറത്തേക്ക് ചാടി അതിൽ തൂങ്ങി നിന്നിട്ട് ഒറ്റ ചാട്ടത്തിന് ആ ജനല് പൊളിക്കുകയാണ്. അങ്ങനെ അവൻ ആ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് എത്തി. ഈ സമയത്താണ് ആ ലിഫ്റ്റ് പൊട്ടി താഴേക്ക് വീഴുന്നത്. എന്നാൽ അപ്പോഴേക്കും പീറ്റർ അവന്റെ വെബ് ഷൂട്ട് ചെയ്തിട്ട് ആ ലിഫ്റ്റ് ഇങ്ങനെ താങ്ങി പിടിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് അവൻ ആ ലിഫ്റ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇനിയിപ്പോൾ ലിസ് മാത്രമേ ബാക്കിയുള്ളൂ. അവളെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും അവന്റെ വെബ് പൊട്ടിയിട്ട് ആ ലിഫ്റ്റ് താഴേക്ക് വീണു. എന്നാൽ ഈ സമയം പീറ്റർ മറ്റൊരു വെബ് ഷൂട്ട് ചെയ്തിട്ട് ലിസിനെ പൊക്കിയെടുക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ അവളെ അവിടെ നിന്ന് രക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ആ വൾച്ചർ ഇപ്പോൾ അയാളുടെ ഹൈഡൌട്ടിലിരിക്കുകയാണ്. ഈ സമയം അവിടുത്തെ ടിവിയിൽ ന്യൂസ് കാണിക്കുന്നുണ്ട്. അത് സ്പൈഡർമാൻ ആ കുട്ടികളെ രക്ഷിച്ച കാര്യമാണ് അതിൽ പറയുന്നത്. അങ്ങനെ വീട്ടിലെത്തിയതിനു ശേഷം പീറ്റർ വീണ്ടും ആ ആയുധം വിറ്റ ആൾക്കാർ എവിടെയാണുള്ളത് എന്ന് സെർച്ച് ചെയ്യാണ്. അവന്റെ സ്യൂട്ടിന് വേറൊരു സെറ്റപ്പ് ഉണ്ട്. പീറ്റർ എന്ത് കാണുന്നോ അതൊക്കെ കാരൻ ആ സ്യൂട്ടിൽ റെക്കോർഡ് ചെയ്ത് വെക്കും. ഇപ്പൊ പീറ്ററിന്റെ നിർദ്ദേശപ്രകാരം അന്ന് രാത്രി ആയുധം വിറ്റ വിഷ്വൽസ് ആണ് അവൻ അതിൽ കാണുന്നത്. ആ ആൾക്കാരുടെ മുഖമൊക്കെ സ്കാൻ ചെയ്യുമ്പോൾ ആ ആയുധം മേടിക്കാൻ വന്നവന്റെ പേര് ആരോൺ ഡേവിസ് ആണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അങ്ങനെ പിറ്റേ ദിവസം തന്നെ പീറ്റർ ആരോൺ ഡേവിസിനെ കാണാൻ പോവാണ്. അവന്റെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആയുധം വിൽക്കാൻ വന്ന ആൾക്കാരെ എനിക്ക് അറിയത്തില്ല, പക്ഷെ അവരിനി പുതിയൊരു ഡീല് നടത്തുന്നുണ്ട്. അതൊരു ഫെറിയിലാണ്. ഇന്ന് രാവിലെ 11 മണിക്ക് ആ ഡീല് നടക്കും. നിനക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരെ പിടിക്കാൻ പറ്റും എന്നാണ് ആരോൺ പറയുന്നത്. അതിനെ തുടർന്ന് പീറ്റർ വേഗം തന്നെ ആ ഫെറിയിലേക്ക് പുറപ്പെടുകയാണ്. ഈ സമയമാകുമ്പോഴേക്ക് ഫെറി ആണെങ്കിൽ അവിടുത്തെ പോർട്ടിൽ നിന്ന് മൂവ് ആയിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ പീറ്റർ ആ ഫെറിയിലേക്ക് കയറി. എന്നിട്ട് കാരന്റെ അടുത്ത് പറഞ്ഞിട്ട് ആരാണ് ആയുധം വിൽക്കാൻ വന്നത് എന്നൊക്കെ സ്കാൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ ഷിപ്പിന്റെ മുകളിൽ നിന്നിട്ട് ആ ആയുധം വിൽക്കാൻ വന്ന ആൾക്കാരൊക്കെ അവൻ കണ്ടുപിടിച്ചു. എന്നാൽ ആ കാര്യമൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ടോണി അവനെ ഫോണിൽ വിളിക്കുന്നത്. അവന്റെ വിശേഷങ്ങൾ തിരക്കാൻ വിളിച്ചതാണ്. എന്നാൽ ടോണി ആ കാര്യമൊക്കെ സംസാരിക്കുമ്പോൾ പീറ്റർ പറയുന്നത് ഇപ്പൊ ഞാൻ സംസാരിക്കാൻ പറ്റിയൊരു മൂഡിലല്ല, ഞാൻ എന്റെ ബാൻഡ് പ്രാക്ടീസിലാണ്, ഞാൻ പിന്നീട് നിങ്ങളെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ട് ചെയ്യുന്നു. അതിനുശേഷം അവൻ വേഗം തന്നെ ആ ആയുധം വിൽക്കാൻ വന്ന ആൾക്കാരുടെ അടുത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഉടനെ തന്നെ അവൻ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഓരോരുത്തരായിട്ട് അവൻ അങ്ങനെ ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ആ ടൂംസ് അങ്ങോട്ട് വരുന്നത്. ഈ ഒരു അവസരത്തിലാണ് പീറ്റർ അയാൾ ആദ്യമായിട്ട് നേരിൽ കാണുന്നു. എന്നാൽ പീറ്റർ അയാളെ പിടിക്കാൻ തുടങ്ങുമ്പോഴേക്കും FBI-കാരൊക്കെ അങ്ങോട്ട് എത്തി. ഈ ഒരു അവസരത്തിൽ ടൂം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അയാൾ വേഗം തന്നെ അയാളുടെ വിങ് സ്യൂട്ട് എടുത്തിട്ടു. അതിനുശേഷം അവിടെയുള്ള പോലീസുകാർക്കൊക്കെ നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അയാൾ ഇപ്പൊ പറഞ്ഞ ഫെറിയുടെ മുകളിലാണ് നിൽക്കുന്നത്. അയാൾ ഇപ്പോഴും അവിടെ നിന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അത് കണ്ട ഉടനെ തന്നെ പീറ്റർ ഒരു വെബ് ഷൂട്ട് ചെയ്തിട്ട് അയാളുടെ കയ്യിലുള്ള തോക്ക് താഴേക്ക് വലിച്ചിട്ടാണ്. എന്നാൽ താഴേക്ക് വീണ ഉടനെ തന്നെ തോക്ക് ഇങ്ങനെ സ്വയം ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അത് കാണുമ്പോൾ പീറ്റർ ആണെങ്കിൽ ആ തോക്കിന് നേരെ കുറെ വെബ് ഷൂട്ട് ചെയ്തു. പക്ഷെ എന്നിട്ടും ആ തോക്ക് ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ഫെറി ഇങ്ങനെ നെടുകെ പിളർന്നു പോയി. അതിപ്പോ 2 ഭാഗത്തേക്ക് വീഴാൻ തുടങ്ങാണ്. എന്നാൽ അത് കണ്ട ഉടനെ തന്നെ പീറ്റർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 2 ഭാഗത്തേക്ക് വെബ് ഷൂട്ട് ചെയ്തിട്ട് അതിനെ വലിച്ചു പിടിക്കാൻ തുടങ്ങി. എന്നാൽ അതുകൊണ്ടൊന്നും കാര്യം ഉണ്ടായിരുന്നില്ല. ആ വെബൊക്കെ പൊട്ടിയിട്ട് അതിങ്ങനെ വീണ്ടും അകന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാണുന്ന പീറ്റർ ആണെങ്കിൽ വീണ്ടും 2 ഭാഗങ്ങളിലേക്ക് വെബ് ഷൂട്ട് ചെയ്തിട്ട് അതിങ്ങനെ വലിച്ചു പിടിക്കാൻ തുടങ്ങി. പക്ഷെ അവനെ കൊണ്ട് ഒറ്റയ്ക്ക് അതിനെ ശരിയാക്കാൻ സാധിക്കുന്നില്ല. ഈ സമയത്താണ് അയൺമാൻ അങ്ങോട്ട് വരുന്നത്. ഇതാണോടാ നിന്റെ ബാൻഡ് പ്രാക്ടീസ് എന്നും ചോദിച്ചുകൊണ്ടാണ് അയൺമാൻ അങ്ങോട്ട് വന്നത്. വന്ന ഉടനെ തന്നെ അയൺമാൻ ആ ഫെറിയുടെ ചുറ്റുമായിട്ട് കുറെ ഡിവൈസുകൾ സെറ്റ് ചെയ്തിട്ട് അതിനെങ്ങനെ തള്ളിപ്പിടിക്കുകയാണ്. എന്നിട്ട് അതിനെ ചേർത്ത് വെച്ചതിന് ശേഷം നേരെ ആ ഫെറിയുടെ മുകളിലേക്ക് പറന്നിട്ട് ആ നെടുകെ പിളർന്ന ഭാഗം മൊത്തം വെൽഡ് ചെയ്യാണ്. ഈ സമയം പീറ്റർ അയൺമാന്റെ അടുത്ത് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അയൺമാൻ ആണെങ്കിൽ നല്ല ദേഷ്യത്തിലാണ്. അവൻ തിരിച്ച് മറുപടി ഒന്നും പറയുന്നില്ല. അങ്ങനെ അത് മൊത്തത്തിൽ വെൽഡ് ചെയ്ത് വെച്ചതിന് ശേഷം അയൺമാൻ അവിടെ നിന്ന് പറന്നുപോവുകയും ചെയ്യുന്നു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. പീറ്റർ ഇപ്പം ഒരു ബിൽഡിങ്ങിന്റെ മുകളിലിരിക്കുകയാണ്. ഈ സമയത്താണ് അയൺമാൻ അവന്റെ അടുത്തേക്ക് വരുന്നത്. എന്നാൽ ഇത്തവണ സ്യൂട്ട് മാത്രമല്ല, അയാൾ നേരിട്ടാണ് അവന്റെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. പീറ്ററിനെ കാണുമ്പോൾ വല്ലാത്ത ദേഷ്യത്തിലാണ് ടോണി സംസാരിക്കുന്നത്. അയാളുടെ വാക്കുകളെ ധിക്കരിച്ചിട്ടാണല്ലോ അവൻ വീണ്ടും ആ വൾച്ചറിന് പുറകെ പോയത്. ആ കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് ടോണി ഇപ്പോൾ അവന്റെ അടുത്ത് ദേഷ്യപ്പെടുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് എന്താണ് കാര്യം? ഞാൻ ഈ ആയുധ കച്ചവടത്തിന്റെ കാര്യമൊക്കെ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലേ, അന്ന് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ ഇതൊക്കെ സംഭവിക്കുമായിരുന്നോ എന്നൊക്കെയാണ് അവൻ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഞാൻ ഒന്നും ചെയ്തില്ല എന്ന് ആര് പറഞ്ഞു നിന്നോട്? ഇന്ന് ആ ഫെറിയിൽ വെച്ചിട്ട് FBI-കാർ അങ്ങോട്ട് വന്നത് എങ്ങനെയാണെന്നാണ് നിന്റെ വിചാരം? ഞാനാണ് അവരെ പറഞ്ഞു വിട്ടത്. പക്ഷെ നിന്നോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, നിനക്ക് യാതൊരുവിധ അനുസരണയും ഇല്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാണ്, നീ ഇനി ആ സ്യൂട്ട് ഉപയോഗിക്കണ്ട, അത് ഞാൻ തിരിച്ചു കൊണ്ടുപോവാണ്, അത് ഉടനെ തന്നെ എനിക്ക് ഊരി തന്നെ എന്നാണ് ടോണി പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾ എന്താണ് സ്റ്റാർക്കി പറയുന്നത്? ആ സ്യൂട്ട് ഇല്ലെങ്കിൽ പിന്നെ ഞാനില്ല, അതുകൊണ്ട് ദയവ് ചെയ്ത് ആ സ്യൂട്ട് എൻ്റെ നിന്ന് വാങ്ങരുത് എന്നാണ് പീറ്റർ അതിന് മറുപടി പറയുന്നത്.
അത് കേൾക്കുമ്പോൾ ആ സ്യൂട്ടില്ലെങ്കിൽ നീ ഇല്ല എന്നാണ് നിന്റെ മനസ്സിലെങ്കിൽ ആ സ്യൂട്ട് ധരിക്കാൻ നീ അർഹനല്ല, അതുകൊണ്ട് വേഗം അതിങ്ങോട്ട് ഊരി തരാൻ നോക്ക്, ടോണി പറയുന്നു. അങ്ങനെ ആ സ്യൂട്ടൊക്കെ ഊരി കൊടുത്തിട്ട് വളരെ വിഷമത്തോടെയാണ് പീറ്റർ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ കുറച്ച് ദിവസത്തേക്ക് സാധാരണ ഒരു മനുഷ്യനായിട്ടാണ് പീറ്റർ നടക്കുന്നത്. അതിനിടയിൽ ഒരു ദിവസം അവൻ സ്കൂളിൽ വെച്ചിട്ട് ലിസിനെ കാണുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ അവൻ അവന്റെ ഇഷ്ടം അവളുടെ അടുത്ത് പറയാണ്. അവക്കും അവന് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ പ്രൊപ്പോസൽ അവൾ ആക്സെപ്റ്റ് ചെയ്തു. അത് കാണുന്ന പീറ്ററിന് ശരിക്കും സന്തോഷമായി. അപ്പൊ ഇന്നത്തെ ഹോം കമ്മിങ് ഫംഗ്ഷനിൽ നമുക്കൊരു പേരാവാല്ലേ, അങ്ങനെയാണെങ്കിൽ രാത്രി ഞാൻ നിന്നെ വിളിക്കാൻ വന്നോട്ടെ എന്നാണ് അവൻ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അവളാണെങ്കിൽ ഇത് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സമയം രാത്രിയായി. അവൻ നല്ല കുളിച്ച് കുട്ടപ്പനായിട്ട് നേരെ അവളുടെ വീട്ടിലേക്ക് ചെന്നിരിക്കുകയാണ്. എന്നാൽ വീട്ടിലെത്തി കഴിയുമ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം അവൻ തിരിച്ചറിയുന്നത്. ഈ ലിസിന്റെ അച്ഛനാണ് ആ വൾച്ചർ. പക്ഷെ പീറ്ററാണ് സ്പൈഡർമാൻ എന്ന കാര്യം വൾച്ചറിന് അറിയത്തില്ല. അങ്ങനെ ഉടനെ തന്നെ അയാളെ പീറ്ററിനെ വീടിന്റെ അകത്തേക്ക് വിളിച്ചു. ഈ സമയത്താണ് ആ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടി പുതിയൊരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ലിസ് അങ്ങോട്ട് വരുന്നത്. ഈ സമയം ടോംസ് പറയുന്നത്, എനിക്കും ആ വഴിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്, അതുകൊണ്ട് ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്ത് നിങ്ങളെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ അയാൾ ഉടനെ തന്നെ അവരയാളുടെ വണ്ടിയിൽ കയറ്റിയിട്ട് ആ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. ഈ സമയം പീറ്ററിന്റെ പഠിത്തത്തെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അയാൾ ചോദിക്കുന്നുണ്ട്. എന്നാൽ അതിന് മറുപടി പറയുന്നത് ലിസ് ആണ്. ഇവൻ സ്റ്റാർക്ക് ഇന്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട്, ഇവന് സ്പൈഡർമാൻ അറിയാം എന്നൊക്കെ അവള് പറയുന്നുണ്ട്. മാത്രമല്ല അവർ തമ്മിൽ വേറെയും ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതായത് ലിസ് അവൻ ആദ്യം പാർട്ടിക്ക് വിളിച്ചപ്പോൾ അവൻ നൈസായിട്ട് അവിടെ നിന്ന് സ്കൂട്ടായതും ആ കോമ്പറ്റീഷൻ നടക്കുന്ന സ്ഥലത്ത് നിന്ന് അവൻ സ്കൂട്ടായതും ആ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അവള് സംസാരിക്കുമ്പോൾ ടോംസും അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അതിൽ നിന്നും പീറ്ററാണ് സ്പൈഡർമാൻ എന്ന കാര്യമൊക്കെ മനസ്സിലായി. അങ്ങനെ അവർ ആ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തെത്തി. ഈ സമയം ടോംസ് അയാളുടെ മകളുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. നീ ഒരു കാര്യം ചെയ്യ്, നീ ആ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ല്, എനിക്ക് ഇവന് കുറച്ച് ഉപദേശങ്ങൾ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ അവളെ പറഞ്ഞു വിടാണ്. അങ്ങനെ അവള് പോയി കഴിഞ്ഞതിന് ശേഷം ടോംസ് പീറ്ററിന്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ നീയാണല്ല മുതല്, നീ സ്പൈഡർമാൻ ആണ് എന്ന കാര്യം അവക്കറിയോ? അറിയാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഞാനൊരു കാര്യം പറയാം, എന്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും. അതുകൊണ്ട് ഇപ്പം നിന്നെ ഞാൻ വെറുതെ വിടുന്നു. അതിന്റെ കാരണം അന്ന് ആ അപകടം നടന്നപ്പോൾ നീ എന്റെ മകളെ രക്ഷിച്ചതാണ്. പക്ഷെ ഈ ഒരളവ് ഞാൻ എപ്പോഴും തരത്തില്ല. അതുകൊണ്ട് മേലാൽ എന്റെ ബിസിനസ്സിൽ ഇടപെടാൻ വന്നേക്കരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിന്നെയും നിന്നെ സ്നേഹിക്കുന്ന എല്ലാവരെയും ഞാൻ കൊന്നുകളയും എന്നാണ് അയാൾ പറയുന്നത്. അതിനുശേഷം അയാൾ അവനെ വണ്ടിയിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്യുന്നു. അങ്ങനെ അവൻ നേരെ പോകുന്നത് ലിസിന്റെ അടുത്തേക്കാണ്. ഇനിയിപ്പം അവനെ കൊണ്ട് അവളെ സ്നേഹിക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അവൻ അവളുടെ അടുത്ത് പറയുന്നത്, ഞാൻ നിനക്ക് പറ്റിയ ആളല്ല, നീ വേറെ ആരെങ്കിലും നോക്ക് എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. എത്രയും പെട്ടെന്ന് ആ വൾച്ചറിനെ തടയണം, അതാണ് അവന്റെ ശ്രമം. പക്ഷെ അവനിപ്പോൾ സ്യൂട്ടില്ല. അതുകൊണ്ട് തന്നെ അവന്റെ പഴയ സ്യൂട്ട് ഇട്ടിട്ടാണ് അവൻ ആ ബിൽഡിങ്ങിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നത്. എന്നാൽ പെട്ടെന്നാണ് ആ ഷോക്കർ അങ്ങോട്ട് വന്നിട്ട് അവൻ ഇടിച്ചു തെറിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ അവന്റെ വെബ് ഷൂട്ട് ചെയ്യുന്ന ഡിവൈസ് അവന്റെ കയ്യിൽ നിന്ന് തെറിച്ചുപോയി. അവൻ അത് എടുക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ആ ഷോക്കർ വീണ്ടും വന്നിട്ട് അവൻ ഇടിച്ചു തെറിപ്പിക്കുകയാണ്. അവനിപ്പോൾ എഴുന്നേൽക്കാൻ പോലും സാധിക്കുന്നില്ല. ഈ സമയത്താണ് ഷോക്കർ വീണ്ടും അങ്ങോട്ട് വന്നിട്ട് അവൻ ഇടിക്കാൻ തുടങ്ങുന്നത്. എന്നാൽ അപ്പോഴേക്കും നെഡ് അങ്ങോട്ട് വന്നിട്ട് അവന്റെ ആ വെബ് ഷൂട്ടർ വെച്ചിട്ട് ആ ഷോക്കറിന്റെ കയ്യിലുള്ള ഡിവൈസിന് നേരെ ഷൂട്ട് ചെയ്യാണ്. ഈ ഒരു അവസരത്തിൽ പീറ്റർ ആണെങ്കിൽ അയാൾ ഇടിച്ചു തെറിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അയാളെ അവിടെ ലോക്കാക്കിയതിന് ശേഷം അവൻ നെഡിന്റെ അടുത്ത് ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ആ പറന്ന് നടക്കുന്ന വൾച്ചറിലെ അത് ലിസിന്റെ അച്ഛനാണ്. ഈ കാര്യം ഉടനെ തന്നെ ടോണി സ്റ്റാർക്കിനെ അറിയിക്കണം. നീ ഒരു കാര്യം ചെയ്യ്, എങ്ങനെയെങ്കിലും ആ ഹാപ്പി ഒന്ന് കോൺടാക്ട് ചെയ്യ്. മാത്രമല്ല എന്റെ ഫോണും ട്രാക്ക് ചെയ്യണം. എന്റെ ഫോൺ ഇപ്പോൾ ഉള്ളത് ആ വൾച്ചറിന്റെ കാറിലാണ്. അത് ട്രാക്ക് ചെയ്തിട്ട് അയാൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഉടനെ തന്നെ നീ എന്നെ വിളിച്ചു പറയണം എന്ന് പറഞ്ഞിട്ട് പീറ്റർ വേഗം തന്നെ അവിടുന്ന് പോവാണ്. അങ്ങനെ അവൻ കുറെ ഓടിയിട്ട് ഒരു കാറിന്റെ മുകളിലേക്കാണ് ചെന്ന് ചാടുന്നത്. അത് ഫ്ലാഷിന്റെ കാറായിരുന്നു. എനിക്ക് അത്യാവശ്യമായിട്ട് നിന്റെ കാർ ഒന്ന് വേണം എന്ന് പറഞ്ഞിട്ട് ഫ്ലാഷിനെയും അവന്റെ കൂടെയുള്ള പെണ്ണിനെയും വണ്ടിയിൽ നിന്ന് ഇറക്കിയിട്ട് അവൻ ആ കാർ ഓടിച്ചിട്ട് പോകാൻ തുടങ്ങി. ഈ സമയം നെഡ് ആണെങ്കിൽ അവരുടെ സ്കൂളിലെ ലാബിലാണ് ഇരിക്കുന്നത്. അവനിപ്പോൾ ഹാപ്പിയെ കോൺടാക്ട് ചെയ്തു. പക്ഷെ അയാളാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റാർക്ക് ടവറിൽ നിന്നും അവിടുത്തെ സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്ന തിരക്കിലാണ്. അതൊക്കെ അയാൾ ഒരു വിമാനത്തിലേക്ക് കയറ്റിയിട്ടുണ്ട്. പീറ്റർ പാർക്കർ പറഞ്ഞിട്ടാണ് ഞാൻ വിളിക്കുന്നത് എന്നാണ് നെഡ് പറയുന്നത്. എന്നാൽ അത് കേൾക്കുമ്പോൾ ഹാപ്പി ആണെങ്കിൽ ഫോൺ കട്ട് ചെയ്യാണ്. ആ കാര്യമൊക്കെ ഉടനെ തന്നെ നെഡ് പീറ്ററിനെ വിളിച്ച് പറയുകയും ചെയ്തു. ഇതിൽ നിന്നൊക്കെ അവനൊരു കാര്യം മനസ്സിലായി. ആ സ്റ്റാർക്ക് ടവറിൽ നിന്നും ഒരു വിമാനത്തിൽ അവിടുത്തെ വെപ്പൺസും കാര്യങ്ങളൊക്കെ മാറ്റുന്നുണ്ട്. അപ്പോൾ വൾച്ചർ ഉന്നം വെച്ചിരിക്കുന്നത് ആ സാധനങ്ങൾക്കാണ്. അതെടുക്കാൻ അയാൾ ഒരിക്കലും അനുവദിച്ചുകൂടാ. അതുകൊണ്ട് തന്നെ പീറ്റർ വേഗം വൾച്ചറിന്റെ ഹൈഡൌട്ടിലേക്കാണ് ചെല്ലുന്നത്. അയാളിപ്പം അവിടെ എന്തോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവൻ അങ്ങോട്ട് വരുന്ന കാണുമ്പോൾ അയാൾ ഉടനെ തന്നെ അയാളുടെ ആ വിങ് സ്യൂട്ടിനെ അങ്ങോട്ട് വിളിക്കുകയാണ്. അങ്ങനെ വിങ് സ്യൂട്ടിനെ വെച്ചിട്ട് അയാൾ ആ ബിൽഡിങ്ങിലെ തൂണുകൾ മൊത്തം തകർത്ത് കളയുന്നു. അതോടൊപ്പം തന്നെ അതിന്റെ മുകൾ ഭാഗം മൊത്തത്തിൽ പീറ്ററിന്റെ ദേഹത്തേക്കാണ് വന്ന് വീഴുന്നത്. ഈ ഒരു അവസരത്തിൽ വൾച്ചർ ആണെങ്കിൽ ആ വിങ് സ്യൂട്ടും എടുത്തിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. ഈ സമയമാകുമ്പോഴേക്കും ആ സാധനങ്ങളൊക്കെ നിറച്ച പ്ലെയിൻ ഇപ്പം ആ സ്റ്റാർക്ക് ടവറിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഇതേ സമയം തന്നെ പീറ്റർ ആണെങ്കിൽ ആ തകർന്നു കിടക്കുന്ന സ്ഥാനത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുകയാണ്.
പക്ഷെ നല്ല വെയിറ്റുള്ള കോൺക്രീറ്റ് കഷ്ണങ്ങളാണ് അവന്റെ ദേഹത്ത് വന്ന് വീണിരിക്കുന്നത്. അവൻ എത്ര ശ്രമിച്ചിട്ടും അതെടുത്ത് മാറ്റാൻ സാധിക്കുന്നില്ല. അവനാണെങ്കിൽ ഉറക്കെ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്താണ് ടോണി പറഞ്ഞ കാര്യം അവൻ ഓർക്കുന്നത്. ആ സ്യൂട്ട് ഇല്ലെങ്കിൽ നീ ഒന്നുമല്ല എന്നാണ് നീ വിചാരിച്ചിരിക്കുന്നതെങ്കിൽ ആ സ്യൂട്ട് ധരിക്കാൻ നീ അർഹനല്ല എന്ന് ടോണി പറഞ്ഞ കാര്യമാണ് അവന്റെ മനസ്സിലേക്ക് ഇപ്പോൾ വരുന്നത്. ആ കാര്യം ഓർക്കുമ്പോൾ അവന്റെ മനസ്സിലൊരു വാശി ഏറാൻ തുടങ്ങി. അങ്ങനെ അവന്റെ മുഴുവൻ ശക്തിയും സംഭരിച്ചിട്ട് ആ കോൺക്രീറ്റ് കഷ്ണങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തു മാറ്റുകയാണ്. ഇതേ സമയം തന്നെ ആ വൾച്ചർ ആണെന്നുണ്ടെങ്കിൽ ആ വിമാനത്തിന്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ആ വിമാനം ഹൈജാക്ക് ചെയ്തിട്ട് അയാളുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാനാണ് അയാൾ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ സമയമാകുമ്പോഴേക്ക് പീറ്ററും അങ്ങോട്ട് എത്തി. അങ്ങനെ ഉടനെ തന്നെ അവൻ അയാളുമായിട്ട് ഫൈറ്റ് ചെയ്യണം. അങ്ങനെ കുറെ നേരം ഈ ഫൈറ്റ് നടക്കുന്നുണ്ട്. ആ ഫൈറ്റിനൊടുവിൽ ആ വിമാനം തകർന്നിട്ട് അവിടെയുള്ള ഒരു കടൽ തീരത്ത് ചെന്ന് വീഴാണ്. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ പീറ്റർ അവിടെ നിന്ന് എഴുന്നേറ്റു. ഈ സമയത്താണ് വൾച്ചർ വീണ്ടും വന്നിട്ട് അവൻ അറ്റാക്ക് ചെയ്യുന്നത്. അയാൾ അവനെ ശരിക്കും ഇട്ടിടിക്കുന്നുണ്ട്. അങ്ങനെ കുറെ ഇടിച്ച് അവനെ താഴേക്ക് ഇട്ടതിന് ശേഷം അയാൾ അവിടെ കിടക്കുന്ന ആയുധങ്ങളിൽ നിന്നും ഒരു ബോക്സ് എടുത്തിട്ട് പറക്കാൻ തുടങ്ങി. എന്നാൽ ഈ സമയമാകുമ്പോഴേക്കും അയാളുടെ ആ വിങ് സ്യൂട്ട് മൊത്തം കേടായിട്ടുണ്ട്. അതിപ്പോൾ പൊട്ടിത്തെറിച്ചിട്ട് അയാൾ താഴേക്ക് വീഴാണ്. അവിടെ മൊത്തം കത്തിപ്പിടിച്ച് കാണുമ്പോൾ പീറ്റർ വേഗം തന്നെ അയാളുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് അയാൾ അവിടെ നിന്ന് രക്ഷിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ആ വിമാനം വന്ന് വീണ സ്ഥലത്തേക്ക് ഹാപ്പിയും ടീം എത്തിയിട്ടുണ്ട്. അയാൾ അവിടെ നോക്കുമ്പോൾ ആ വിമാനത്തിലുണ്ടായിരുന്ന മുഴുവൻ സാധനങ്ങളും പീറ്റർ അവിടെ കൂട്ടിവെച്ചിരിക്കുകയാണ്. മാത്രമല്ല അവൻ ആ വൾച്ചറിനെ അവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ട് അയാൾ ശരിക്കും അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ഈ സമയം പീറ്റർ ആണെങ്കിൽ അവിടെയുള്ള ഒരു തീം പാർക്കിന്റെ മുകളിലിരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസമായി പീറ്റർ പതിവ് പോലെ തന്നെ സ്കൂളിലെത്തി. അവരിപ്പോൾ കുട്ടികളെല്ലാവരും കൂടെ ഒരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് പീറ്ററിന് ഒരു മെസ്സേജ് വരുന്നത്. നീ ഉടനെ തന്നെ ബാത്റൂമിലേക്ക് വരണം എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അത് കണ്ട ഉടനെ തന്നെ അവൻ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴാണ് മിഷേൽ അവനെ തടയുന്നത്. ഇവളെ എല്ലാവരും MJ എന്നാണ് വിളിക്കുന്നത്. മിഷേൽ അവനോട് ചോദിക്കുന്നത്, എന്താ പീറ്റർ നിന്റെ കാര്യത്തിൽ ചില ഉടായ്പകളൊക്കെ ഉണ്ടല്ലോ, കുറച്ച് ദിവസമായി ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു എന്നാണ് അവള് പറയുന്നത്. അവൾ അങ്ങനെ പറയുമ്പോൾ അവന് ശരിക്കും അത്ഭുതമായി. അത് കാണുമ്പോൾ ഒന്നുമില്ല പീറ്റർ, ഞാൻ ചുമ്മാ നിന്നെ പറ്റിച്ചാണ്, നീ പോവാൻ നോക്കുന്നു പറഞ്ഞിട്ട് അവൾ അവനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അങ്ങനെ അവൻ നേരെ ബാത്റൂമിലെത്തി. അവന് മെസ്സേജ് അയച്ചത് ഹാപ്പിയാണ്. അവനെ കാണുമ്പോൾ അയാൾ സംസാരിക്കാൻ തുടങ്ങി. നിന്നോടൊരു നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ എനിക്ക് നിന്നെ മറ്റൊരു സ്ഥലം വരെ കൊണ്ടുപോകാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ അവനെയും കൊണ്ട് സ്കൂളിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. അങ്ങനെ അയാൾ അവനെ കൊണ്ടുപോകുന്നത് അവഞ്ചേഴ്സിന്റെ പുതിയ ബിൽഡിങ്ങിലേക്കാണ്. അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ടോണി ഇപ്പോൾ അവനെ കാണാൻ എത്തിയിട്ടുണ്ട്. അങ്ങനെ ടോണി അവന്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. നീ എന്നോട് ക്ഷമിക്കേ, ആ സ്യൂട്ട് വാങ്ങിച്ചത് തെറ്റായിപ്പോയി. പക്ഷെ അത് ഞാൻ തിരിച്ചു വാങ്ങിച്ചതുകൊണ്ട് ഇപ്പൊ നിനക്കൊരു ഗുണം ഉണ്ടായില്ലേ. ഇനി ഞാൻ നിനക്ക് മറ്റൊരു കാര്യം കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ടോണി ഒരു പുതിയ സ്യൂട്ട് അവന് കാണിച്ചു കൊടുക്കുകയാണ്. നീ വേഗം നിന്നിട്ട് ഈ സ്യൂട്ട് ഇട്, പുറത്ത് പത്രക്കാർ നിൽക്കുന്നുണ്ട്, ഞങ്ങൾ അവഞ്ചേഴ്സിലെ പുതിയൊരു അംഗമാണ് നീ എന്ന് പറഞ്ഞിട്ട് എനിക്ക് നിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളതാണ് എന്നാണ് ടോണി പറയുന്നത്. ആ പുതിയ സ്യൂട്ടൊക്കെ കാണുമ്പോൾ അവന് ശരിക്കും സന്തോഷമായി. എന്നാൽ പിന്നീട് എന്തോ ആലോചിച്ചതിന് ശേഷം അവൻ ടോണിയുടെ അടുത്ത് പറയുന്നത്, വേണ്ട സ്റ്റാർക്ക്, എന്നെ ഇപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ട, ഇപ്പൊ ഞാൻ സാധാരണ പോലെ ഒരു ജീവിതം ജീവിച്ചോട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് തിരിച്ചു പോവാണ്. അങ്ങനെ അവൻ വീട്ടിലെത്തി. റൂമിലേക്ക് കയറുമ്പോൾ അവിടെ ഒരു പൊതി ഇരിക്കുന്നുണ്ട്. അത് ടോണി കൊടുത്തയച്ചതാണ്. അവനത് തുറന്നു നോക്കുമ്പോൾ ടോണി അവന്റെ കയ്യിൽ നിന്ന് മേടിച്ച സ്യൂട്ടായിരുന്നു അത്. വളരെ സന്തോഷത്തോടെ അവൻ വേഗം തന്നെ ആ സ്യൂട്ട് എടുത്ത് അണിയുന്നു. എന്നാൽ ഈ സമയത്താണ് അവന്റെ ആന്റി അങ്ങോട്ട് വരുന്നത്. അവനാണ് സ്പൈഡർമാൻ എന്ന് അറിയുമ്പോൾ അവർക്കൊരു ഞെട്ടലാണ് ഉണ്ടാവുന്നത്. ഇതേ സമയം തന്നെ വൾച്ചർ ആണെങ്കിൽ ഇപ്പൊ ജയിലിലാണ്. അയാൾ അതിനെ നടക്കുമ്പോഴാണ് വേറൊരുത്തൻ അങ്ങോട്ട് വരുന്നത്. ഇവന്റെ പേര് മാക് എന്നാണ്. ഇതാ ഫെറിയിൽ ഉണ്ടായിരുന്നവനാണ്. അവൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്നെ കണ്ടതെന്തായാലും നന്നായി, ആ സ്പൈഡർമാൻ എനിക്ക് നല്ലൊരു പണി തന്നു. ഞാൻ കേട്ടല്ലോ നിനക്ക് സ്പൈഡർമാൻ അറിയാന്ന്, അവൻ ആരാണെന്ന് എനിക്കൊന്ന് കാണിച്ചതാ, അവന്റെ പണി എനിക്ക് തീർക്കാനുണ്ട് എന്നാണ് മാക് പറയുന്നത്. എന്നാൽ അയാളത് പറഞ്ഞു കൊടുക്കുന്നില്ല. അയാൾ പറയുന്നത്, സ്പൈഡർമാൻ ആരാണെന്ന് എനിക്കറിയാമായിരുന്നെങ്കിൽ അവൻ എന്നേ ഞാൻ കൊന്നു കളഞ്ഞേനെ എന്ന് പറഞ്ഞിട്ട് ടൂംസ് അവിടെ നിന്ന് നടക്കുകയാണ്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുതേ. അപ്പൊ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.